പോലീസ് സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങൾ വിവരാവകാശ പരിധിയിലുള്ളതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന് പോലീസിനോട് DGP ആവശ്യപ്പെട്ടു. ദൃശ്യങ്ങൾ പോലീസിനെതിരെ തന്നെ തെളിവായി മാറുമെന്നാണ് DGPയുടെ മുന്നറിയിപ്പ്. പീച്ചി പോലീസ് സ്റ്റേഷനിലെ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ നൽകേണ്ടി വന്ന സാഹചര്യത്തിലാണ് DGPയുടെ നിർദ്ദേശം. ജില്ലാ പോലീസ് മേധാവികൾക്ക് DGP അയച്ച കത്തിന്റെ പകർപ്പ് 24-ന് കിട്ടി. അരുൺരാജ് കൊല്ലത്തുനിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺരാജ്, ഏത് സാഹചര്യത്തിലാണ് പോലീസ് മേധാവി ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചിരുന്നത്? SKN ഗുഡ് മോർണിംഗ്. 2023 മെയ് 24-ന് പീച്ചി പോലീസ് സ്റ്റേഷനിൽ ഒരു സംഭവം നടക്കുകയാണ്. ഈ പീച്ചി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു ഹോട്ടലിൽ വെച്ച് ഭക്ഷണം കഴിക്കാൻ എത്തിയവരെ ഹോട്ടൽ ജീവനക്കാർ മർദ്ദിച്ചു. ഇതേ തുടർന്ന് പരാതിയുമായി എത്തിയവരെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹോട്ടൽ ജീവനക്കാരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പീച്ചി പോലീസ് സ്റ്റേഷനിലെ SHO അടക്കമുള്ളവർ മർദ്ദിച്ചു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടുമായി ഇന്ന് ഈ CCTV ദൃശ്യങ്ങൾ, ഈ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് ഈ ഹോട്ടൽ ജീവനക്കാർ പരാതി നൽകി. പക്ഷേ ഈ പരാതി നിരസിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായത്. തുടർന്നാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ ഈ പരാതിക്കാർ പോയത്. തുടർന്ന് ഈ ഹോട്ടൽ ജീവനക്കാർ ആവശ്യപ്പെട്ടത് തങ്ങളെ സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന സമയത്ത്, തങ്ങളെ മർദ്ദിച്ച സമയത്തുള്ള CCTV ദൃശ്യങ്ങൾ തങ്ങൾക്ക് വേണമെന്ന ആവശ്യം സംസ്ഥാന വിവരാവകാശ കമ്മീഷന് മുമ്പിലേക്ക് വെക്കുകയായിരുന്നു. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ തൃശൂരിൽ നടത്തിയ അദാലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പോലീസിനോട് കൈമാറണമെന്ന നിർദ്ദേശം നൽകിയത്. ഇത് DGP നേരിട്ട് കൈമാറണം എന്ന നിർദ്ദേശം കൂടി നൽകിയ സാഹചര്യത്തിലാണ് DGP ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഒരു നിർദ്ദേശമായി ഒരു കത്തായി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എല്ലാ സ്റ്റേഷനിലെയും CCTV ദൃശ്യങ്ങൾ വിവരാവകാശ പരിധിയിൽ വരുന്നതാണ്. സ്വാഭാവികമായും ഈ പരിധിയിൽ വരുന്നതിനാൽ ഒരു ജാഗ്രത പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ടാകണം. സ്റ്റേഷനിൽ എത്തുന്നവരെ ഈ ഏത് രീതിയിൽ പെരുമാറുന്നു, ഏതൊക്കെ രീതിയിലാണ് അവരോട് ഇടപഴകുന്നത് എന്നീ രീതിയിൽ ജാഗ്രത ഉണ്ടാകണം. CCTV ദൃശ്യങ്ങൾ ഏത് സമയത്തും വിവരാവകാശ പരിധിയിൽ ഉള്ളതിനാൽ അത് പുറത്തു നൽകേണ്ട സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് അത്തരം ജാഗ്രത ഉദ്യോഗസ്ഥർക്കും SHOമാർക്കും ഉണ്ടാകണം എന്ന നിർദ്ദേശമാണ് സംസ്ഥാന പോലീസ് മേധാവി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ കൂടി CCTV ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ വിവരാവകാശ പരിധിയിലേക്ക് എത്തുകയാണ്.